3 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 3ഉം വ്യൂൽക്രമം റെസിപ്രോക്കലുമായിട്ട് കണക്റ്റഡ് ആണ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്നൊരു സംഖ്യ തന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അവനെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. 1/x വ്യൂൽക്രമം. ഓക്കെ ആണല്ലോ? ശരി. ഒന്നാമത്തെ ചോദ്യം എന്താ? വ്യൂൽക്രമമില്ലാത്ത സംഖ്യ ഏതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തിരിച്ചെഴുതാൻ പറ്റാത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യൂൽക്രമമില്ലാത്ത സംഖ്യ ഏതാ? 0 വ്യൂൽക്രമമില്ലാത്ത സംഖ്യ. 1/0 എന്നൊന്നും എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പം വ്യൂൽക്രമമില്ലാത്ത സംഖ്യ എന്ന് ചോദിച്ചാൽ അത് 0. ശരി. രണ്ടാമത്തെ ചോദ്യം എന്താ? വ്യൂൽക്രമവും സംഖ്യയും തുല്യമായി വരുന്നത് ആർക്കാന്നാ? ഒന്ന് ആലോചിച്ച് നോക്കി. 1 എന്ന സംഖ്യയുടെ വ്യൂൽക്രമം എന്താ? അത് 1/1 ആണ്. അത് എന്ത് തന്നെയാ? 1 തന്നെയാ. ഇതേപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? -1 ഒന്ന് ആലോചിച്ച്. -1ൻ്റെ വ്യൂൽക്രമം എന്താ? 1/-1. അത് എന്ത് തന്നെയാ? -1 തന്നെയാ. അപ്പം വ്യൂൽക്രമവും സംഖ്യയും തുല്യമായി വരുന്ന ആർക്കൊക്കെയെന്ന് ചോദിച്ചാൽ 1-നും ഉണ്ട്, -1-നും ഉണ്ട്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം എന്താ? -2/5ൻ്റെ ഗുണന വിപരീതം കണ്ടുപിടിക്കുക. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഒരു സംഖ്യയുടെ ഗുണന വിപരീതം എന്താ? അതിൻ്റെ മീനിങ് സംഖ്യയും ഗുണന വിപരീതവും ഗുണിച്ചാൽ 1 കിട്ടണം. ഓക്കെ ആണോ? ഇങ്ങനെ ഞാൻ പറയാം. എക്സ് എന്നൊരു സംഖ്യ, അതിൻ്റെ ഗുണന വിപരീതം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഇവന്മാരെ തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടണം? 1 കിട്ടണം. അതാണ് ഈ ഗുണന വിപരീതത്തിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ. അപ്പം ഗുണന വിപരീതം കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല, വ്യൂൽക്രമം കണ്ടുപിടിച്ച് വെച്ചാൽ മതി, സംഖ്യ എടുത്ത് നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം? -2/5ൻ്റെ ഗുണന വിപരീതം കാണാനാണ് പറയുന്നത്. അപ്പോൾ -2/5ൻ്റെ വ്യൂൽക്രമം കണ്ടാൽ മതി. ചിഹ്നം അതേപോലെ നിലനിർത്തുക, സംഖ്യ എടുത്ത് തിരിച്ചിടുക. അപ്പോൾ ആൻസർ എത്രയാ? -5/2 ആണ്. ഓക്കെ അല്ലേ? ശരി. താങ്ക് യു.